കോംപ്രമൈസിംഗ് സ്ഥാനാർത്ഥി എന്ന നിലയിലോ അല്ലെങ്കിൽ കോംപ്രമൈസ് എന്ന നിലയിലോ രമേശ് ചെന്നിത്തലയുടെ സാധ്യതകൾ താങ്കൾ ഒരിക്കലും കണ്ടില്ലേ? അല്ല, ഞാൻ പറഞ്ഞാൽ ഞാൻ ഈ ഒരു കാര്യം കൊണ്ടാണ് VD സതീശനെ പിന്തുണച്ചത്. അതിൻ്റെ അർത്ഥം KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ഈ പോസ്റ്റിന് ഒരിക്കലും അനർഹരല്ല. അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ VD സതീശനാണ് ബെറ്റർ എന്നാണ് പൊതുവായിട്ട് വന്ന ഒരു തീരുമാനം. അതല്ലാതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രമേശ് ചെന്നിത്തല ക്യാബിനറ്റിൽ ഉണ്ടാവണം. അദ്ദേഹം ക്യാബിനറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ ക്യാബിനറ്റിൻ്റെ ശോഭ കെടുത്തും. അതുകൊണ്ട് എല്ലാവരും നിർബന്ധിച്ചിട്ടാണ് രമേശ് ചെന്നിത്തല ക്യാബിനറ്റിൽ ചേർന്നത്. അപ്പോൾ അത് കരുത്ത് നൽകി. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് പോലുള്ള സുപ്രധാന വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിന് അദ്ദേഹം കരുത്ത് നൽകും. ഒരു സംശയവും കാര്യത്തിലില്ല. ഈ 3 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നിൽക്കുമ്പോൾ അതിലും ഒക്കെ അതിന് യോഗ്യതയുള്ള അല്ലെങ്കിൽ പരിചയമുള്ള ഒരു വ്യക്തിയാണല്ലോ താങ്കൾ. താങ്കളുടെ മനസ്സിൽ അത്തരം ചിന്തകളൊന്നും ഞാൻ പറഞ്ഞത് ഒരു ഗവൺമെന്റ് സ്മൂത്തായിട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ജനങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി മുഖ്യമന്ത്രിയാവണം. ആ മുഖ്യമന്ത്രിയെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുക. അതാണ് എൻ്റെ ഭാഗത്തുണ്ടാവുക. ഒരിക്കലും ഒരു മുഖ്യമന്ത്രി സ്ഥാനമൊന്നും ആഗ്രഹിച്ചിട്ടോ സ്വപ്നം കണ്ടിട്ടോ ഇല്ലേ? ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കിട്ടേണ്ട സമയത്ത് കിട്ടും. ഇപ്പം ഞാൻ പറയും, ഇപ്പോൾ ക്യാബിനറ്റിൽ ചേരാൻ കഴിഞ്ഞു, ഇലക്ഷൻ ജയിക്കാൻ കഴിഞ്ഞു, അതും ഒരു ശക്തമായിട്ടുള്ള പോരാട്ടത്തിലൂടെ ജയിക്കാൻ കഴിഞ്ഞു, ക്യാബിനറ്റിൽ ചേരാൻ കഴിഞ്ഞു. ഇനി എൻ്റെ ലക്ഷ്യം ഏൽപ്പിച്ച ജോലിയെ അടുത്ത 5 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്നത്. ഇപ്പോൾ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അധികാരം ഇഷ്ടമാണ്, എനിക്ക് ജനങ്ങളെ സേവിക്കാൻ അധികാരം കിട്ടുന്നത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മുഖ്യമന്ത്രി ആകാനുള്ള ഇഷ്ടവും ആഗ്രഹവും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് KM അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തുറന്നു പറയാത്തത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അധികാരം ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അധികാരം ഇഷ്ടപ്പെടാത്ത ഒരാളെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് ഗാന്ധിജിയായിരുന്നു. ബാക്കി എല്ലാവർക്കും അധികാരമൊക്കെ ഇതൊക്കെ. പക്ഷെ നമ്മൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പം അത്യാഗ്രഹം കാണിക്കാതിരിക്കുക. ഏൽപ്പിച്ച കാര്യങ്ങൾ ആദ്യം ചെയ്യുക. അതിനുശേഷം മതിയല്ലേ ബാക്കി ആലോചനകൾ. ഇപ്പം 5 വർഷം എൻ്റെ മുമ്പിൽ ഈ 2 വകുപ്പുകളെ മികച്ച വകുപ്പുകളാക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം. വഴിതിരിഞ്ഞു പോയതിനെ കുറിച്ച് അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോയ ഘട്ടമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്നെടുത്ത തീരുമാനങ്ങൾ, DSC രൂപീകരിക്കാൻ എടുത്ത തീരുമാനങ്ങൾ, കോൺഗ്രസ് തിരിച്ചു വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലേ, പഴയകാല തെറ്റുകൾ പറഞ്ഞുകൊണ്ടാണ് തിരിച്ചു വന്നത്. അത് പാർട്ടി അംഗീകരിച്ചിട്ടല്ലേ എന്നെ എത്ര തവണ സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം 3 തവണ അസംബ്ലിയിൽ എനിക്ക് ജനപ്രതിനിധിയാവാൻ കഴിഞ്ഞു, ഒരു പാർലമെന്റ് അംഗമാവാൻ കഴിഞ്ഞു. നഷ്ടബോധമുണ്ട്? അല്ല, ഇനിയിപ്പോൾ അതിന് നഷ്ടബോധത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇനി എന്ത് ചെയ്യണം? ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തുക, അത് തിരുത്തി മുന്നോട്ട് പോവുക. അതാണ് എൻ്റെ ലക്ഷ്യം. ഈ തെരഞ്ഞെടുപ്പുകളിൽ കയറ്റിറക്കങ്ങൾ പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ തുടങ്ങിയത്. തോറ്റ തെരഞ്ഞെടുപ്പുകൾ, ജയിച്ച തെരഞ്ഞെടുപ്പുകൾ ഒക്കെയുമുണ്ട്. പാർട്ടിയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് പലയിടങ്ങളിലും പാർട്ടി പറഞ്ഞ ഇടങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. അതിനുശേഷം തുടർ തോൽവി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു, സമ്മർദ്ദമുണ്ടാക്കിയിരുന്നു. തീർച്ചയായിട്ടും 3ാം സ്ഥാനത്ത് പോയ തെരഞ്ഞെടുപ്പ് നേമത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നേമത്ത് ഒരുപാട് വോട്ട് വർദ്ധിപ്പിച്ചു. ഇത്തവണയും ആ വർദ്ധിപ്പിച്ച വോട്ട് കിട്ടിയിട്ടില്ല. ഈ ട്രെൻഡിൽ പോയി അത് വർദ്ധിപ്പിച്ചു. പക്ഷേ തൃശ്ശൂരെ തോൽവി വല്ല ഒരു മാനസികമായിട്ടുള്ളൊരു ആഘാതം ഉണ്ടാക്കി. പക്ഷേ ഒരു കണക്കിന് പറയുമല്ലോ, ദൈവം എല്ലാം നല്ലതിനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് മന്ത്രിയാവാനും നിയമസഭയിൽ വട്ടിയൂർക്കാവ് എൻ്റെ കുടുംബത്തിൽ തിരിച്ചു വരാനും കഴിഞ്ഞു. അപ്പോൾ മന്ത്രിയായതിനേക്കാൾ എനിക്ക് സന്തോഷം, ഞാൻ വട്ടിയൂർക്കാവിൻ്റെ MLA എന്ന് പറയുമ്പോഴുള്ള സന്തോഷം എനിക്ക് മറ്റൊരു സ്ഥാനത്തിനോടുമില്ല. വട്ടിയൂർക്കാവിൽ ഈ കടുത്ത മത്സരമായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാർട്ടി ജയിക്കുകയും താൻ തോൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് സംശയിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മണ്ണ് എന്നെ ചതിക്കില്ല. പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം തന്നെയാണ് എനിക്ക് രക്ഷ നൽകിയത്. സേഫ് ആയിട്ട് എവിടെയെങ്കിലും മത്സരിച്ച് ജയിക്കണമെന്ന് തോന്നിയില്ലേ? ഇല്ല, കാരണം ഞാനല്ലെങ്കിൽ ഇവിടെ വിജയിക്കാൻ പ്രയാസമാണ് എന്ന് പൊതുവായിട്ട് ധാരണയുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, മറ്റാരും മോശക്കാരായിട്ടല്ല. ഇവിടുത്തെ ഒരു അന്തരീക്ഷമുണ്ട്. ഇതൊരു നഗരമേഖലയാണ്, അതോടൊപ്പം ഗ്രാമമേഖല കൂടിയാണ്. പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഇവിടെ ഒരു പ്രധാന ഘടകമാണ്. എനിക്ക് 8 വർഷം അതുണ്ടായിരുന്നു. ഇപ്പോൾ 7 വർഷം എനിക്ക് ശേഷം വന്ന MLAക്കും കുറേയൊക്കെ ജനങ്ങളുടെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ വിഷയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2 വർഷം ഇവിടെ പല പൊതുവേദിയിലും പോകുമ്പോൾ അല്ലെങ്കിൽ മരണ വീടുകളിൽ പോകുമ്പോൾ എല്ലാവരും പറഞ്ഞത്, സാർ ഇനി ഇവിടെ വിട്ടു പോകരുത്, ഇനി സാർ ഇവിടെ നിൽക്കണം, മറ്റ് സ്ഥലങ്ങളിൽ ഭാഗ്യം അന്വേഷിച്ച് പോകരുത്. അതുകൂടെ അംഗീകരിച്ചുകൊണ്ടാണ് ഞാനിവിടെ മത്സരിക്കാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. അതിലെനിക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ട്. ഇതിപ്പോൾ ഇനി പാർട്ടിയാകുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഇനിയും പോകുമായിരിക്കുമല്ലോ. ഇനി ഒരു വെല്ലുവിളി ഇതുപോലെ പാർട്ടി ഏൽപ്പിച്ചാൽ ഒരു കാരണവശാൽ 5 വർഷം അല്ല, ഇനി ഞാൻ വട്ടിയൂർക്കാവ് വിട്ടു പോകുന്ന പ്രശ്നമില്ല. 5 വർഷം കഴിഞ്ഞുമിടില്ല, കഴിഞ്ഞിട്ടുമില്ല. ഇനി അസംബ്ലി
എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് തന്നെയാണ്. ഇനി വേറൊരു പരീക്ഷണത്തിന് ഞാനില്ല. വട്ടിയൂർക്കാവിനെ ഇനി വിട്ടുപോകില്ല, ചതിക്കില്ല. ഇത് ചതിക്കലല്ല, പാർട്ടി പറഞ്ഞിട്ടാണ് ചെയ്തതെങ്കിലും ഇങ്ങനെ ചതി എന്നൊരു പേര് കേൾക്കേണ്ടി വന്നു. അതുകൊണ്ട് അത് ഇനി ആവർത്തിക്കില്ല. ഈ ഗ്യാപ്പ് ഏതെങ്കിലും തരത്തിൽ ആളുകളുമായി ഒരു അകൽച്ച ഉണ്ടാക്കിയിട്ടുണ്ടോ, അതോ പ്രചരണം തുടങ്ങുമ്പോൾ? അല്ല, അകൽച്ച അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഇത്രയും ഒരു ടൈറ്റ് ഫൈറ്റിൽ 5400 വോട്ട് തന്നെ ചില്ലറ കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ മണ്ഡലം മാത്രമല്ല, മിനിസ്റ്ററാണ്, 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. അപ്പോൾ നേരത്തെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന അത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും എങ്ങനെയായിരിക്കും മണ്ഡലത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം? മണ്ഡലത്തിൽ എന്തായാലും 1-2 മണിക്കൂറുണ്ടല്ലോ. ഞാൻ ഈ എല്ലാ മരണ വീടുകളൊക്കെ സന്ദർശിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ആ സമയത്ത് ചില സ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു ദിവസം ഉള്ള ഒരു 1-2 മണിക്കൂർ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി മാറ്റിവെക്കും. ഇപ്പോൾ പാർട്ടി വിട്ടുപോയ ആളാണ്, തിരിച്ചു വരുന്നു, പാർട്ടിക്കൊപ്പം നിൽക്കുന്നു, എല്ലാ വെല്ലുവിളിയും ഏറ്റെടുക്കുന്നു. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ ആരായുന്നത് കെ എമ്മിൻ്റെ നിലപാടും കെ എമ്മിൻ്റെ അഭിപ്രായവുമാണ്. അത് ഈ കേരളം ആര് ഭരിക്കണം എന്നതിൽ വളരെ നിർണായകമായി. പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇപ്പോഴത്തെ പരിഗണനയിൽ പൂർണ്ണ തൃപ്തനാണ്. ഞാനിപ്പോൾ ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് എല്ലാ പരിഗണനയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാവുന്നുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും, ആ വകുപ്പുകളൊന്നും ഒരു മാറ്റവും ഇല്ലാതെ ആ വകുപ്പുകളെല്ലാം പൂർണ്ണമായിട്ട് എനിക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഏൽപ്പിച്ച കാര്യങ്ങൾ ഇനി ഭംഗിയായി ചെയ്യേണ്ടത് എൻ്റെ ചുമതലയാണ്. VDS-ഉമായി അത്രയും വലിയൊരു തീർച്ചയായും നല്ല ബന്ധത്തിൽ പോകണം. മുഖ്യമന്ത്രി മന്ത്രിമാരും നല്ല ബന്ധത്തിൽ പോകണം. എങ്കിലേ ടീം UDF വിജയിക്കാൻ കഴിയും. ഇപ്പോൾ KPCC അധ്യക്ഷൻ മന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.